നമസ്തേ. സ്ത്രീകൾക്ക് ഈ ആർത്തവ കാലത്ത് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരു സമയത്ത് എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് പണ്ടത്തെ കാലത്ത് പല വഴികളുണ്ടായിരുന്നു. അത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെ ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന് അധികം ആളുകളൊന്നും ആയിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ എനർജി പ്രിസേർവ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ എന്താ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക? കണക്ട് വിത്ത് നേച്ചർ, പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാം. അവിടെയാണ് എനർജിയുടെ സോഴ്സ് ഉള്ളത്. അപ്പോൾ ഏർലി മോർണിംഗ് സണ്ണ് ഒരു വാക്കിന് പോവുക, ഒരു ഫ്രഷ് എയറിൽ വാക്ക് ചെയ്യുക, പാദങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് പാദങ്ങളുടെ അടിഭാഗം ഭൂമിയിൽ തട്ടുന്ന വിധത്തിൽ മണ്ണിൽ വെച്ചിട്ട് പുല്ലിലോ മണ്ണിലോ ഒക്കെ വെച്ച് കുറച്ച് സമയം ഇരുന്ന് നമ്മൾ സൂര്യ ഭഗവാനെ കണ്ണ് ഡയറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല, നല്ല വെയിലാണെങ്കിൽ നോക്കണം എന്നല്ല പറയുന്നത്. ഇരുന്നു കൊടുക്കുക. നമ്മുടെ സഹസ്രാരത്തിലൊരു ചക്രമുണ്ട്, പാദങ്ങളുടെ അടിയിലുള്ള ഒരു ചക്രമുണ്ട്. അപ്പോൾ അതെല്ലാം ആക്ടിവേറ്റഡ് ആയിട്ട് എനർജി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് സമയം പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കും തന്നെ ഏർത്തിങ് എന്ന് പറയും. നിങ്ങൾ വേണമെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് വായിച്ചു നോക്കൂ. ഗൂഗിളിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഏർത്തിങ്ങിനെ പറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കും, അപ്പോൾ മനസ്സിലാവും. ഈ ഏർത്തിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടോട്ടലി ഇത് എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. കാരണം ബാക്കിയുള്ള സമയമൊക്കെ നമ്മളെല്ലാവർക്കും കൂടി വേണ്ടി ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും ആ സമയത്ത് വളരെ സെൻസിറ്റീവാണ്, വളരെ ഇമോഷണൽ ആവുന്ന സമയമാണ്. നമ്മളുടെ മക്കൾക്ക് എന്താണോ ചെയ്തു കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കില്ല, എല്ലാം അറിഞ്ഞിട്ട് അതേപോലുള്ളൊരു കമ്പാഷൻ നമുക്ക് നമ്മളോട് തന്നെ തോന്നേണ്ട ഒരു സമയമാണ്. ഓരോ സ്ത്രീക്കും അവനവനോട് തന്നെ കമ്പാഷൻ തോന്നി. കാരണം എന്തൊരു വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നതല്ലേ, എന്തൊക്കെ മാറ്റങ്ങൾ. ഈസ്ട്രജൻ, പല ഹോർമോൺസ്, ഈസ്ട്രജൻ, കോർട്ടിസോൾ, ഇങ്ങനെ സെറോട്ടോണിൻ, ഈ ഹോർമോൺസിൻ്റെ എല്ലാം വ്യതിയാനങ്ങൾ പലതരത്തിലും നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും, ഇമോഷണലായിട്ട് മാറും, എല്ലാം ചെയ്യും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി സെൽഫ് കമ്പാഷൻ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അതേപോലെ തന്നെ യോഗ പ്രാക്ടീസ് ഈ പീരിയഡ്സ് അല്ലാത്ത സമയത്ത് റെഗുലർ ആയിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ്, ബാലാസനം, പിന്നെ മാർജാരാസനം, അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു സൂര്യ നമസ്കാരം തന്നെ റെഗുലറായിട്ട് ചെയ്താൽ തന്നെ ആ സമയത്ത് വേദനകളൊക്കെ കുറച്ചും കൂടി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. പീരിയഡ്സിൻ്റെ വല്ലാത്ത വേദന ഉള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് വ്യത്യാസം ഉണ്ടാവും ആ ഒരു സമയത്ത്. പലർക്കും അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചാലഞ്ചസ്